ഹായ് ഹലോ നമസ്കാരം. PG3 അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കാത്തിരുന്ന LPUP നോട്ടിഫിക്കേഷൻ വന്നു. 2 ആഴ്ച മുമ്പേ നമ്മൾ അറിഞ്ഞതാണ്. PSCയുടെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിരുന്നു ഇന്ന് വരുമെന്ന്. ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രൊഫൈലിൽ കാണുന്നതേ ഉള്ളൂ, വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാറ്റഗറി നമ്പർ 709/2023, അതുപോലെ തന്നെ 707/2023 അങ്ങനെയായിട്ടാണ് LPയുടെയും UPയുടെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നമുക്ക് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ നമ്മുടെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. ഇനി 40 വയസ്സെന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്കാണ്. ഓക്കെ, ഇനി OBCക്ക് ആണെങ്കിൽ 43 വയസ്സ് വരെ എഴുതാം. ഇനി SC/ST വിഭാഗമാണെന്നുണ്ടെങ്കിൽ 45 വയസ്സ് വരെ തീർച്ചയായിട്ടും എഴുതാനുള്ള ഒരു അവസരം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അപേക്ഷ നാളെ മുതൽ അയക്കാൻ കഴിയും. ഇനി എന്ന് വരെ അയക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനുവരി 31 വരെയാണ് അപേക്ഷ അയക്കാനായിട്ട് കഴിയുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, TTC കഴിഞ്ഞ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കേട്ടിന് എക്സെപ്ഷൻ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, സെറ്റ് നെറ്റ് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, LPയും UPയും 2 പരീക്ഷയും അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, BEdകാർക്ക് എന്ത് മാത്രമേ പറ്റുള്ളൂ, UP മാത്രമേ പറ്റുള്ളൂ. TTC അല്ലെങ്കിൽ DLEdകാർക്ക് 2 പരീക്ഷ അപേക്ഷിക്കാൻ പറ്റും. വലിയൊരു അവസരമാണ്, സുവർണാവസരമാണ്. നമ്മുടെ പരീക്ഷ ഒരു 6 മാസത്തിനുള്ളിൽ ഉണ്ടാവുമെന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള 6 മാസം നിങ്ങൾ ഇതുവരെയും ഒന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഇനിയുള്ള സമയം നിങ്ങൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേടിയെടുക്കാവുന്നതാണ്. നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള സിലബസ് അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. NCA സിലബസ് അടിസ്ഥാനത്തിൽ തന്നെ പഠിക്കണം. അതിനകത്തുള്ള ആ ഒരു സിലബസും അതുപോലെ തന്നെ സ്കൂൾ പാഠപുസ്തകവും ഒക്കെ കൃത്യമായി പഠിക്കുകയും കറണ്ട് അഫേഴ്സിന് വേണ്ട പ്രാധാന്യമൊക്കെ നൽകി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിജയിക്കാനായിട്ട് പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സ്വാഭാവികമാണ്, ഈ ഒരു പരീക്ഷ മാത്രമേ ആദ്യമായിട്ട് എഴുതാൻ പോവുകയാണ്, ഇതിനു മുമ്പ് ഏത് പരീക്ഷയും PSCയുടെ പരീക്ഷയൊന്നും എഴുതിയിട്ടില്ല എന്ന രീതിയിലായിരിക്കും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവുക. അതായത് BEd കഴിഞ്ഞു, TTC കഴിഞ്ഞു, ഇങ്ങനെ മറ്റ് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്, ഡെയിലി വെജായിട്ട് പോവുകയാണ്, മറ്റ് വർക്കുകൾ ചെയ്യുന്നുണ്ട്, വീട്ടമ്മമാരാണ്. ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കും നമ്മുടെ ഈ പരീക്ഷ അപേക്ഷിക്കുന്ന ബഹുഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാവുക. അതായത് അധികം PSC പരീക്ഷകളൊന്നും എഴുതി ശീലമില്ല, അതായത് നല്ല മത്സരം കാഴ്ചവെക്കാനുള്ള ഒരു അനുഭവ സമ്പത്ത് ഇല്ലാത്ത ആളുകളാണ് തീർച്ചയായിട്ടും ഈ പരീക്ഷ എഴുതുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അതായത് മറ്റു ഉദ്യോഗാർത്ഥികളുടെ വീക്ക് പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, മത്സരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഇതുവരെ ഒരു പരീക്ഷയും എഴുതിയിട്ടില്ല, LPUP പരീക്ഷ ആദ്യമായി എഴുതാൻ പോവുകയാണ്, കേട്ടിട്ട് കിട്ടിയിട്ടുണ്ട്, ഉള്ള യോഗ്യതകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഇനി ഈ പരീക്ഷ ഞാൻ അപേക്ഷിക്കുന്നു, ഒരു 5 മാസം കഴിഞ്ഞ് പരീക്ഷ എഴുതുന്നു. ആ പരീക്ഷയിൽ നിങ്ങൾ വിജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റീസെൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന 10th അതുപോലെ തന്നെ +2 ലെവൽ എക്സാമുകളുടെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം മാധ്യമമായിട്ട് നടക്കുന്ന 10th ലെവല് +2 ലെവൽ എക്സാമുകളുടെയൊക്കെ ജനറൽ നോളേജിൻ്റെ GKയുടെ ഭാഗങ്ങൾ, ഇംഗ്ലീഷിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ മലയാളം, ഈ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ റെഗുലറായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് ധാരാളം സോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷയുടെ ഒരു രീതി മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഒരു റാങ്ക് ഫയൽ മാത്രം നോക്കി പഠിച്ചുകൊണ്ട് ഒരു വിജയത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം നമ്മുടെ പരീക്ഷയുടെ സ്വഭാവത്തിൽ ആകെപ്പാടെ ഒരു മാറ്റമുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആ ഒരു രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ നേരിടണമെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുള്ള പരിചയം നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു പരിചയപ്പെടലാണ് ഇങ്ങനെയുള്ള പ്രീവിയസ് എക്സാമുകളുടെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ NCA പരീക്ഷകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ, 2020 മുതലുള്ള NCA പരീക്ഷകളുടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിലെ ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചോദ്യത്തിൻ്റെ നിലവാരം നമുക്കറിയാൻ പറ്റും. പിന്നെ സിലബസ് ഉണ്ട്, ആ സിലബസിലുള്ള ടോപ്പിക്സിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. സിലബസിന് പുറമേ ചോദ്യങ്ങൾ വരുമോ ചോദിച്ചാൽ തീർച്ചയായിട്ടും വരും, അതിലൊരു സംശയവും വേണ്ട. സിലബസിന് പുറമേ ചോദ്യങ്ങൾ വരും. എന്നിരുന്നാലും ആദ്യം സിലബസ് കവർ ചെയ്യുക, എന്നിട്ട് എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യുന്നു, മോഡൽ എക്സാമുകൾ എഴുതുമ്പോൾ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ഏതൊക്കെ മേഖലയാണോ വീക്ക് എന്ന് മനസ്സിലാക്കി
കൂടുതൽ അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. സ്കൂൾ പാഠപുസ്തകം പഠിക്കണ്ടേ? തീർച്ചയായിട്ടും സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ പഠിച്ചിരിക്കണം. നമ്മൾ സയൻസ്, സോഷ്യൽ, മാത്സ് എന്നിവയുടെ എല്ലാത്തിൻ്റെയും സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇപ്പോഴത്തെ NCA പരീക്ഷകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കെമിസ്ട്രി പോലുള്ള സയൻസിൻ്റെ ഭാഗങ്ങളൊക്കെ +2 ലെവലിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ +2 ലെവലിലുള്ള ഒരു പഠനം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നടത്തിയിരിക്കണം. നമ്മുടെ ടോപ്പിക്സുകളെല്ലാം +2 ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ പഠിക്കണം എന്നൊന്നുമില്ല. നമുക്ക് തന്നിട്ടുള്ള NCAയുടെ സിലബസിലുള്ള ടോപ്പിക്സ് അതിനെ +2 ലെവലിൽ അതിന് ഏറ്റവും മാക്സിമം എന്ന രീതിയിൽ നമ്മൾ +2 വരെയെങ്കിലും നോക്കിയിരിക്കണം. ഓക്കെ, അതായത് 10ാം ക്ലാസ്സോടെ നിർത്തരുത്. ഇത് മത്സര പരീക്ഷയാണ്, കേട്ടറ്റ് പോലെയല്ല, കേട്ടറ്റ് പോലെ ഒരു ഈസി ആയിട്ടുള്ളൊരു പരീക്ഷയല്ല, ഇത് മത്സര പരീക്ഷയാണ്. ഒരു മാർക്ക് നമുക്ക് കൂടുതൽ കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജോലി കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു, യോഗ്യത ഞാൻ പറഞ്ഞ പോലെ LPക്കാർക്ക് എന്ത് TTC, LP കഴിഞ്ഞു, LP എഴുതാൻ TTC മതി. ഓക്കെ, LP എഴുതാൻ TTCക്കാർക്കേ കഴിയുള്ളൂ, അല്ലെങ്കിൽ DLEdകാർക്കേ കഴിയുള്ളൂ, ഒരിക്കലും BEdകാർക്ക് കഴിയില്ല. ഓക്കെ, ഇനി UP എഴുതാൻ TTCക്കാർക്കും പറ്റും. ഓക്കെ, TTCക്കാർക്കും പറ്റും, അവർക്ക് ഡിഗ്രി നിർബന്ധമൊന്നുമില്ല. TTCക്കാർക്കും പറ്റും, ആർക്കും പറ്റും, BEdകാർക്കും പറ്റുമെന്നുള്ളത് വീണ്ടും വീണ്ടും പറയുകയാണ്. ഒരുപാട് പേർക്ക് അതൊരു വലിയ സംശയമാണ്, അത് ഒന്ന് ക്ലിയർ ചെയ്യുക. ഇനി നമ്മുടെ പ്രൊഫൈൽ വരും, നാളെ മുതൽ വരും, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവസാന തീയതി 31/1/2024, ജനുവരി 31 വരെ നമുക്ക് എന്ത് ചെയ്യാം, അപേക്ഷ അയക്കാൻ പറ്റും. ഇനി പ്രായപരിധിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേരുടെ സംശയം, 18നും 40നും, ഓക്കെ, 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ്, 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പരീക്ഷ അപേക്ഷിക്കാൻ പറ്റുക. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1983 കേട്ടോ, 2/1 നോക്കുക, 2/1/1983നും, ഓക്കെ, 1983നും അതുപോലെ തന്നെ 1/1/2005നും ഇടയിൽ, ഓക്കെ, 2005നും ഇടയിൽ അല്ലെങ്കിൽ ഈ 2 ഡേറ്റിനും ഉള്ളിൽ ജനിച്ചവരായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്, 2/1/1983നും 1/1/2005നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഈ 2 തീയതികൾ ഉൾപ്പെടെ, ഓക്കെ, ജനിച്ചവരായിരിക്കണം. ഇനി ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ ജനറൽ വിഭാഗത്തിനുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്, 40 വയസ്സ് ജനറൽ വിഭാഗം. ഇനി OBC ആണെങ്കിൽ എത്ര, നമുക്ക് നിയമാനുസൃതം 3 വർഷവും, അല്ലേ, അതുപോലെ തന്നെ SC ST ആണെന്നുണ്ടെങ്കിൽ 5 വർഷവും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, തീർച്ചയായിട്ടും 5 വർഷവും നിയമപരമായിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു ഇളവ് ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ 40, 43, 45 ആ രീതിയിലായിരിക്കും. ഡേറ്റ് 2/1/1983 ഈ തീയതി ഉൾപ്പെടെ 1/1/2005 ജനിച്ചവരായിരിക്കണം. ഈ തീയതി ഉൾപ്പെടെയുള്ള കാര്യമാണ്. ഇതാണ് പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ യോഗ്യതയുടെ കാര്യം പറഞ്ഞുവല്ലോ. യോഗ്യത എന്ന് പറയുന്നത് TTC കഴിഞ്ഞ ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LPയും UPയും രണ്ടും എഴുതാൻ പറ്റും. ഇനി BEd മാത്രമാണ് നിങ്ങൾ കഴിഞ്ഞതെന്നുണ്ടെങ്കിൽ, അതായത് BEdനൊപ്പം എന്തുണ്ടായിരിക്കണം, കേട്ടിട്ട് ഉണ്ടായിരിക്കണം. അതൊക്കെ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ തന്നെ ഉള്ളതാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. തീർച്ചയായിട്ടും വിശദമായ രീതിയിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ പരിശോധിക്കുന്നതാണ്. സൈറ്റിൽ അവൈലബിൾ ആയ ശേഷം നമ്മളതൊന്ന് പരിശോധിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞു വന്നത്. അപ്പോൾ 31-ാം തീയതി വരെ അപേക്ഷിക്കാനായിട്ട് പറ്റും. നമ്മൾ നാളെ നമുക്ക് അപേക്ഷ തുടങ്ങും. 31-ാം തീയതി വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. നമ്മൾ തിങ്കളാഴ്ച ഒരു പുതിയ ബാച്ച് തുടങ്ങുകയാണ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ പോലെ മോഡൽ എക്സാമുകളൊക്കെ എഴുതി നിങ്ങൾക്ക് ഈ പരീക്ഷയെ നേരിടാൻ വേണ്ട സർവ്വശക്തിയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന പോലെ, ആർജിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സമഗ്രമായ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ തുടങ്ങുകയാണ്. കറണ്ട് അഫേഴ്സിന് വേണ്ട പ്രാധാന്യം കൊടുത്ത് സ്കൂൾ പാഠപുസ്തകത്തെ +2 ലെവലിൽ നമ്മൾ പഠിച്ച്, ഓക്കെ, ഫുൾ സിലബസും കവർ ചെയ്യുന്ന രീതിയിൽ ലൈവ് ക്ലാസ് ഉൾപ്പെടെയുള്ള റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സും അവയുടെ നോട്ട്സും മോഡൽ എക്സാമുകളും മോക്ക് ടെസ്റ്റുകളും മെൻറ്റർ സപ്പോർട്ടും അവൈലബിൾ ആയിട്ട് കൊണ്ടുള്ള ഒരു കോഴ്സ് നമ്മളിവിടെ ജനുവരി 1-ാം തീയതി ന്യൂ ഇയർ ആയിട്ട് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ന്യൂ ഇയറിന് നമ്മളൊരു ഉറച്ച തീരുമാനമെടുക്കുക. എന്താണ് ഈ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയുള്ള ഒരു 6 മാസം, ഓക്കെ, എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച്, ഓക്കെ, സർവ്വ കാര്യങ്ങളും മാറ്റിവെച്ച് കഷ്ടപ്പെടാൻ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ ജോലി നിങ്ങളുടെ കയ്യിലിരിക്കും. അത് ഉറപ്പാണ്. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാവുക. നിങ്ങളെ സഹായിക്കാൻ PG3 അക്കാദമിയിൽ അധ്യാപകരൊപ്പമുണ്ട്, ഞാനൊപ്പമുണ്ടാകും. LP UP പരീക്ഷ വരെയുള്ള നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ചൂടെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. Okay, thank you.